ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഇഞ്ചി നടുന്ന വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ വയലിലെ ട്രാക്ടർ കൊണ്ടുവന്നിട്ട് കൂട്ടി അതിലെ പുല്ലും കാടും ഒക്കെ വെട്ടി മാറ്റി അതെല്ലാം നല്ല ക്ലീനാക്കി എടുക്കണം. എന്നിട്ട് അതിൽ ഏരിയ എടുക്കണം എന്ന് വെച്ചാൽ ചെറിയ വരമ്പായിട്ട് എടുക്കണം. ചൈനയിലാണ് ഇഞ്ചിയുടെ ഉത്ഭവമെങ്കിലും നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രധാന കൃഷിയായിട്ട് നമ്മുടെ ഇഞ്ചി കൃഷി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സുഗന്ധദ്രവ്യവും ഔഷധ ഗുണവുമാണ് ഇഞ്ചി. അതുപോലെ തന്നെ ഇതൊരു പ്രത്യേക തരത്തിൽ ഉണക്കിയെടുത്തിട്ട് അത് ചുക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ആയുർവേദത്തിലെ മിക്കൊരു ചേരുവയാണ്. ഇപ്പോൾ ചുക്കില്ലാത്ത കഷായം ഇല്ല എന്ന് പോലും പറയാറുണ്ട് പണ്ടുള്ളവർ. അപ്പോൾ ഈ അമ്മച്ചി വയലിൽ ഏരിയ എടുക്കുകയാണ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ല, ഏരിയ എടുത്തിട്ടാണ് നമ്മുടെ ഇഞ്ചി നടുന്നത്. അപ്പോൾ ഏരിയ എടുത്തിട്ട് അതിൽ കുമ്മായം വിതറും. എന്നിട്ട് ചെറിയ ചെറിയ കുഴികളാക്കിയിട്ട് അതിലോട്ടാണ് ഇഞ്ചി നടുന്നത്. എന്നിട്ട് ആ ഇഞ്ചിയുടെ പുറമേ ചാണകം ഇടും. ചാണകം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ചപ്പ് എടുത്തുകൊണ്ട് വന്നു. ചപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലകളാണ്. ഇപ്പോൾ പ്ലാവിൻ്റെയോ മാവിൻ്റെയോ എന്തെങ്കിലും ഇല കൊണ്ടുവന്നിട്ട് അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കണം. അതിട്ട് കൊടുക്കുന്നത് നല്ല ഈർപ്പം കിട്ടാനും പിന്നെ നമ്മുടെ മഴയൊക്കെ പെയ്യുമ്പോഴേക്കും ഈ ഇഞ്ചി വിത്തൊക്കെ ഒലിച്ചു പോകാതിരിക്കാനുമാണ്. അത് കൂടുതലും നമ്മുടെ ഇഞ്ചി കൃഷിക്ക് നല്ലതാണ് അതിൻ്റെ പുറത്ത് അങ്ങനെ ചപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ സൈഡിൽ നിന്നിട്ട് ഞാനും റോസുകുട്ടിയും കൂടെ സൈഡിലത്തെ കാഴ്ചകളൊക്കെ എടുത്തതാണ്. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മച്ചി ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല. വെയിലായതുകൊണ്ട് അവൾക്ക് തലവേദനയൊക്കെ ഉണ്ടാവും കൊച്ചിന്. അപ്പോൾ അമ്മച്ചി പിന്നെ 2-3 പണിക്കാരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെയാണ് ചെയ്യുന്നത്. കണ്ടോ, ചെറിയ കുഴികളാക്കിയിട്ട് അതിലോട്ടാണ് ഇഞ്ചി വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ട് അച്ചായനും രാഹുലേട്ടനും ഒക്കെ ഉണ്ട്. കണ്ടോ, ആ കാണുന്ന ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇഞ്ചി കൃഷി നട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ബാക്കിയുള്ള ഭാഗത്താണ് ഇപ്പോൾ അമ്മ നടുന്നത്. അല്ലാതെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.